100 സീറ്റുകൾ നേടി UDF അധികാരത്തിൽ വരുമെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. മുഖ്യമന്ത്രി ആര് എന്ന കാര്യത്തിൽ ഇപ്പോൾ ചർച്ചയില്ലെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. കൊട്ടിക്കലാശമാണ്. കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല 24 ചേരുകയാണ്. 100 സീറ്റ് നേടി UDF അധികാരത്തിൽ വരുമെന്നുള്ളതാണ് നേതാക്കളെല്ലാവരും പറയുന്നത്. അപ്പോൾ ആ ആത്മവിശ്വാസം കൊട്ടിക്കലാശത്തിലേക്ക് പോകുമ്പോഴും കോൺഗ്രസ് നേതൃത്വത്തിന് UDF നേതൃത്വത്തിനുണ്ടോ? 100%. ഞങ്ങൾ UDF ഭരണത്തിലേക്കാണ്. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ഭരിക്കാനാണ്, ഇടതുപക്ഷത്തെ പോലെ പ്രതിപക്ഷത്തിരിക്കാനല്ല. ആ പൂർണ്ണ ആത്മവിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. ജനങ്ങൾ ആ പിന്തുണയാണ് നൽകുന്നത്. എല്ലാ സ്ഥലങ്ങളിലും സ്ഥാനാർത്ഥികൾക്ക് കിട്ടുന്ന സ്വീകാര്യത വളരെ വലുതാണ്. 100 സീറ്റ് നേടുക എന്ന ലക്ഷ്യത്തോടെ ഞങ്ങൾ പ്രവർത്തിക്കുക. LDFും വലിയ ആത്മവിശ്വാസത്തിലാണ്. ഒരു നെക്ക് ടു നെക്ക് ഫൈറ്റ് ഉണ്ടെന്ന് പോലും അവർ കരുതുന്നില്ല. ഈസിയായിട്ട് ഞങ്ങൾ 3ാം ഭരണത്തിലേക്ക് പോകും എന്നാണ് LDF ക്യാമ്പ് പറയുന്നത്. അത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കണ്ടില്ലല്ലോ, പാർലമെൻറ്റിൽ കണ്ടില്ലല്ലോ, അത് ബൈ ഇലക്ഷനിലൊന്നും ഉപതെരഞ്ഞെടുപ്പുകളിൽ കണ്ടില്ലല്ലോ. അന്നും വലിയ ആത്മവിശ്വാസമായിരുന്നല്ലോ. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പിണറായി വിജയൻ ഒന്നും വേണ്ടിയിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പുകളൊക്കെ ജയിച്ചത് ഞങ്ങളാണ്. പിന്നെ എന്ത് ആത്മവിശ്വാസം അവർക്കുള്ളത്? മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ പറയുന്നത് ഹരിപ്പാട് രമേശ് ചെന്നിത്തല സേഫാണോ, അല്ലെങ്കിൽ പറവൂരിൽ വി ഡി സതീശൻ സേഫാണോ, അങ്ങനെയുള്ള ചോദ്യങ്ങളും LDF ക്യാമ്പിൽ വരുന്നുണ്ട്. അല്ല, ഞങ്ങൾ സേഫാണോ എന്നുള്ളത് അവിടുത്തെ ജനങ്ങൾ പറയും. ഞങ്ങൾ ജനങ്ങൾക്ക് മുകളിലൊന്നുമല്ല. കാരണം ധർമ്മടത്തും പയ്യന്നൂരും ഒന്നുമല്ല ഹരിപ്പാടും പറവൂരും ഒക്കെ. ഞങ്ങളൊക്കെ പോരാടി ജയിച്ച് വരുന്നവരാണ്. ഇത്തവണയും വി ഡി സതീശൻ രമേശ് ചെന്നിത്തലയും ഈ മണ്ഡലങ്ങളിൽ പോരാടി തന്നെ ജയിച്ചു വരും. അവരുടെ മണ്ഡലങ്ങളിലാണല്ലോ നിൽക്കുന്നത്. ഇവർ വേറെ സ്ഥലത്ത് പോയി നിൽക്കട്ടെ. ഇവർ നിൽക്കുന്നത് ധർമ്മടം, പയ്യന്നൂർ, ഇങ്ങനെയൊക്കെയുള്ള അവരുടെ മാത്രമുള്ള സ്ഥലങ്ങളിലാണ്. അവസാനമായിട്ടൊരു കാര്യം, ഇപ്പോൾ UDF അധികാരത്തിൽ വരുമെന്ന് രമേശ് പറയുന്നു. അപ്പോൾ UDF അധികാരത്തിലേക്ക് വരുമ്പോൾ ആരായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ള ചർച്ചയുണ്ട്. രാഹുൽ ഗാന്ധി ഒന്ന് പറഞ്ഞിട്ട് പോയത് ഒരു വരുന്ന മുഖ്യമന്ത്രി കേരളത്തിൽ വരണമെന്നുള്ള ആഗ്രഹമാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത്. അതൊന്നൊരു വിഷയമല്ല. ജനങ്ങളുടെ വികാരമനുസരിച്ചുള്ള ഒരു വലിയ മുന്നേറ്റം കേരളത്തിൽ ഉയർത്തിക്കൊണ്ട് വരിക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അത് ഉയർത്തിക്കൊണ്ട് വന്നിരിക്കുന്നത് ഭരണമാറ്റമാണ്. മുഖ്യമന്ത്രി ആരാന്നൊക്കെയുള്ള പാർട്ടി പിന്നെ തീരുമാനിക്കും. അപ്പോൾ എന്തായാലും വലിയ ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും തന്നെയുള്ളത്. ആ ആത്മവിശ്വാസമാണ് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല 24 പങ്കുവെക്കുകയും ചെയ്തത്. സഞ്ജയ് ഇക്ബാൽ, ഷിജോ കുര്യൻ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.